ആർഷിൻ്റെ മുടി ഒരു പരിധി കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിച്ച് ഷോപ്പിലെത്തി മുടി കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നത് വരെ ഇവൻ്റെ അച്ഛൻ ഒരു പരിധി കൂടുതൽ ഇവനെ ഒന്നിനും നിർബന്ധിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇവനെ വലിച്ചഴച്ചു കൊണ്ടുപോയി മുടി വെട്ടിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ എടുത്തു ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കും. ഈ വീഡിയോ ഞാൻ ചുമ്മാ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇന്ന് ചോദിച്ചു, മോനെ ഇത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്, മോനെ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ അവൻ്റെ പൂർണ്ണ സമ്മതം വാങ്ങിയിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിള്ളേരല്ലേ, വളർന്നു പോയില്ലേ. ഞങ്ങൾക്കറിയാം ഹെയർ കട്ട് ചെയ്യുന്നതിനോട് ഒരു 5% പോലും അവന് താല്പര്യമില്ല. മുടി ഇങ്ങനെ വളർത്തുക, ഓടുമ്പോൾ കാറ്റിൽ പറക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഫാൻറ്റസിയിലാണ്. അവരുടെ പ്രായം അതല്ല. പക്ഷെ മുടി ഇപ്പോഴേ വളർത്തി അത്രയും കെയർ കൊടുക്കാനും ഹൈജീനിക്കായിട്ട് കൊണ്ട് നടക്കാറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നിന്റെ ഇഷ്ടത്തിന് പോട്ടെ, ഇപ്പം ഇങ്ങനെ അങ്ങ് വെട്ടി സുന്ദരനാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. നല്ല ഹെയർ സ്റ്റൈലൊക്കെ അവൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുടി വെട്ടാൻ ഇരുത്തിയപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്ന കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ ഊഹിച്ചു പണി വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ, പുറത്തിറങ്ങിയപ്പം അവൻ്റെ ആ നീരസോ ദേഷ്യമോ ഒന്നും കാണിച്ചില്ല കേട്ടോ. പാവാനങ്ങാതി. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയല്ലേ. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവായി വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ കുട്ടികളെ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ ഗുഡ് ബോയ്. മിക്കപ്പോഴും ഈ ഷോപ്പിലാണ് കൊണ്ടുവരാറ് കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാം കൊണ്ട്. അങ്ങനെ അവസാനം മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആഷിനോട് പറഞ്ഞു, കണ്ടോടാ ഇപ്പോഴാണ് നീ വൃത്തിയായത്, നിന്റെ മുടിയൊക്കെ ഒതുങ്ങി എന്ന് പറഞ്ഞു. എൻ്റെ പകരം വീട്ടിലാണ്. ഇനി എൻ്റെ പകരം വീട്ടിലാണെന്ന് പറഞ്ഞ് താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി അറിഞ്ചും പറഞ്ഞില്ല ആന കരിമ്പിൻകാട്ടി കയറുന്നത് പോലെയായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. അവസാനം ഒരു 650 രൂപയുടെ ബില്ലെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് വന്നപ്പോൾ എനിക്ക് ബോധം വീണു. പക്ഷേ എൻ്റെ മുഖത്ത് ചിരി കണ്ടപ്പം എൻ്റെ വിഷമമൊക്കെ ഇത്തിരി മാറി. എന്നാലും അറ്റാക്ക് വരാതിരുന്നത് എൻ്റെ മഹാഭാഗ്യം.